ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരം 5 മണി ടൈമിലാണ് കേട്ടോ അത്. സോറി, എല്ലായിടത്തും മഴ തന്നെയാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വൈകുന്നേരമല്ലേ ചായ കുടിക്കണം ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടോടെ തിന്നണമല്ലോ. അത് വിചാരിച്ചിപ്പോൾ ഞങ്ങൾ കുറുമ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം ഏതായാലും ഒരു തട്ടുകട സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ. ഇതിന് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ പറയല്. കുറുമ എന്ന് പറയും, ഗ്രീൻ പീസ് എന്ന് പറയും, കടല മസാല കടല എന്ന് പറയും. ഇങ്ങനെ പല പേരാണ്. ഏതായാലും ഞാനിതിന് കുറുമ എന്നാണ് പറയുന്നത്. ചൂടായ സമയത്ത് കുറച്ച് മഴ പെയ്ത് കിട്ടിയാൽ മതിയെന്ന് കേട്ടോ ആഗ്രഹിച്ച്. പക്ഷെ മഴ പെയ്തപ്പോഴോ അത് ഒന്നൊന്നര മഴയായിപ്പോയി. രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച പട്ടാണിയാണ് കേട്ടോ അത്. ഇന്നലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായതുകൊണ്ട് പിന്നെ പട്ടാണി കറിയൊന്നും ഉണ്ടാക്കിയില്ല. മഴ പെയ്യുന്നു നോക്കി ഒരു ഗ്ലാസ് ചൂടുള്ള ചായ അതിൻ്റെ കൂടെ വല്ലതും കഴിക്കുന്നത് ഒരു പ്രത്യേക വൈബല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി ഇടണേ. ഞാനിവിടെ 2 വലിയ സവാളയും ചെറിയൊരു തക്കാളിയും ഒരു പച്ചമുളക്, അതായത് ഉണ്ടമുളകില്ല, ആ മുളക് ഇട്ടെടുത്ത്. അപ്പോൾ അതൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ 3 കോഴിമുട്ട കേട്ടോ ഞാൻ ഇവിടെ എടുത്ത്. പിന്നെ സഹായിക്കാൻ എൻ്റെ മോനുണ്ട് കേട്ടോ കൂടെ. ഓനാണ് ആദ്യം കോഴിമുട്ട അടിച്ചിട്ട് അതിൻ്റെ കോഴിമുട്ടൻ്റെ ആ തോടിൻ്റെ കഷ്ണത്തിൽ വീണ് പോയി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ മസാലേൻ്റെ കണക്കും കാര്യമൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഗ്രീൻ പീസ് ഉണ്ടോ അതിനനുസരിച്ച് മസാല കൂട്ടുകയും കുറയ്ക്കുകയും സവാള അതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. മുട്ടൻ്റെ തോടൊക്കെ എടുത്ത് മാറ്റിയണേ. അപ്പോൾ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്നതോടുകൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ അവസാനത്തെ മിനുക്കുപണി എന്നോണം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സവാള പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില ഇതൊക്കെ ഇട്ട് സംഗതി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.